Praise the Lord. ഏറ്റവും അനുഗ്രഹീതമായ ഈ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ ഈ സമയവും ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരം ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും ശ്രേഷ്ഠവുമാണ്. ഈ വിശുദ്ധ ആരാധനയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ, ഈ രാജ്യത്തിലെ വളരെ സീനിയറായ ഒരു കർത്താവിന്റെ ദാസൻ, പ്രിയപ്പെട്ട സോമൻ പാസ്റ്ററോട് ഒരുമിച്ച് കർത്താവിന്റെ ദാസി, അതുപോലെ ഈ സഭയുടെ സഹ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ജോർജ് മാത്യു അവറുകൾ, ഈ ദൈവദാസന്മാരോട് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരം വളരെ വിലപ്പെട്ടതായി കരുതുന്നു. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വന്ദനം. വിശേഷാൽ പ്രിയ സഹോദരി നോബിൻ, ഇവരൊക്കെ എനിക്ക് വളരെ പരിചയമുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രസ്ഥാനത്തിലെ സീനിയറായ ദൈവദാസന്മാരുടെ മക്കളാണ് ഇവരൊക്കെ. അവരൊക്കെ ഇവിടെ വെച്ച് കാണുവാൻ കർത്താവ് ഒരുക്കിയ അവസരം വളരെ വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. സമയം നമ്മുടെ മുന്നിൽ വളരെ ചുരുക്കമാണ്. ദൈവസന്നിധിയോട് നമ്മൾ ഇഴുകിയിരുന്നാൽ സമയം പോകുന്നത് അറിയത്തില്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് തിരുപ്പാതെ ഇവിടത്തെങ്കിൽ ആയിരിക്കാം. ഞാൻ ഇച്ചിരി തിടുക്കത്തിലായിരുന്നു. ഞാൻ കുറച്ച് ദിവസത്തേക്ക് വന്നതാണ്. ഇന്ന് വൈകിട്ട് എനിക്ക് മടങ്ങി പോകേണ്ടതാണ് നാട്ടിലേക്ക്. അതുകൊണ്ട് അല്പം തിടുക്കത്തിലാണ്. കർത്താവിന്റെ ദാസന്മാർ വിശേഷാൽ ചെയ്ത ക്രമീകരണങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതും സുപ്രധാനമായ ഒരു വാക്യം അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ക്രൈസ്തലോ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം, പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ വന്ദനം. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട സഭയെ കർത്താവ് ഈ ദേശത്ത് നിർത്തിയിരിക്കുന്നത് ഓർത്ത് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, വിശേഷാൽ പ്രിയ സഭയുടെ സെക്രട്ടറി, പ്രിയ ഹസൻ ബ്രദർ ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വാത്സല്യ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള വിശ്വാസ സമൂഹം നമ്മളല്ല. നമ്മളെ പോലെയുള്ള ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേർ പ്രതിസന്ധികളെ അനുഭവിക്കുന്നുണ്ട്. അവരെക്കാൾ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ട ഒരു സമൂഹം 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളെ നിയമം കൊണ്ടാണ് ഗവൺമെന്റ് നേരിട്ടു. ഇങ്ങനെ ഒരു മൂവ്മെന്റ് പാടില്ല, സാമ്രാജ്യത്തിൽ പാടില്ല. സാമ്രാജ്യത്തിൽ പാടില്ല എന്ന് പറയുമ്പോൾ രഹസ്യ യോഗങ്ങളിൽ പോയാൽ അവർ നിൽക്കുന്ന വീടുകളും സ്ഥലങ്ങളും അഗ്നിക്കിരയാക്കും. ആ പ്രോപ്പർട്ടി ഗവൺമെന്റ് സീസ് ചെയ്യും, ഗവൺമെന്റ് പിടിച്ചെടുക്കും. ഇതായിരുന്നു നിലനിന്ന നിയമം. ക്രിസ്ത്യാനിറ്റി എന്നറിയപ്പെട്ടിരുന്നത് ഇലിസിറ്റ റിലിജിയൻ, ലാറ്റിൻ ലാംഗ്വേജിൽ ബാൻഡ് റിലിജിയൻ. ഈ രാജ്യം അംഗീകരിക്കാത്ത മതം, ഇതായിരുന്നു നിയമം. ഏകാധിപത്യ ഗവൺമെന്റുകൾ ഭരിക്കുന്ന റോമൻ സാമ്രാജ്യ ചക്രവർത്തിമാർ ഭരിക്കുന്ന സമയം രാത്രിയുടെ മറപറ്റി ഇവർ യോഗങ്ങളിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ വീട് നിൽക്കുന്ന സ്ഥലം അഗ്നികുണ്ഡമായിരിക്കും. ഈ ആളി കത്തുന്നതാ കാണുന്നത്. അടുത്ത വീട്ടിലേക്ക് അവർ പോകും. അവർ ഒരുമിച്ച് അന്ന് അവിടെ പാർക്കും. പക്ഷെ പിറ്റേ ദിവസവും ആ വീടും ഗവൺമെന്റിന്റെ കയ്യിൽ പെടും, തകർക്കപ്പെടും. അവർക്ക് താമസിക്കുവാൻ സ്ഥലങ്ങളില്ലാതെ വന്നു. ബൈബിളിൽ 1-2 ഭാഗങ്ങളിൽ നമ്മൾ ചില വാചകങ്ങൾ കാണുന്നുണ്ട്. സമ്പത്തുകളുടെ അപഹാരവും അവർ സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറയുമ്പോൾ, സമ്പത്തെന്നോ സ്വന്തമെന്നോ പറയാൻ ഒന്നുമില്ലാതെ ജീവിതത്തിൽ തകർച്ച നേരിട്ട ഒരു സമൂഹമായിരുന്നു നമ്മളുടെ മുൻഗാമികൾ. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഇവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഗവൺമെന്റ് പിടിച്ചെടുക്കും. അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ. സ്വന്തം നാട്ടിൽ ഇവർക്ക് പാർക്കാൻ ഒക്കാതെ വന്നു. പ്രതിസന്ധികൾ വർദ്ധിച്ചപ്പോൾ ഇവർ സ്വന്തം നാട് വിട്ട് അന്യദേശത്തേക്ക് ചിതറിപ്പോയി. പോയതാണ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്.
യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും എന്ന് പറഞ്ഞാൽ ഇവർ പരദേശികളല്ലായിരുന്നു. ഇവർക്ക് സ്വന്തം നാടുണ്ടായിരുന്നു, സ്വന്തം വീടുണ്ടായിരുന്നു, സ്വദേശമുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇവർ പരദേശികളെ പോലെ മരിപ്രയാണ യാത്ര നടത്തേണ്ടി വന്നു. വലിയ വെല്ലുവിളികളെ അവർ നേരിട്ടു. കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു, സാധന സാമഗ്രികളെല്ലാം നശിച്ചു. പോയ സ്ഥലത്തും വേണ്ടതുപോലെ അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ അങ്ങനെ വലിയൊരു സമൂഹത്തെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ഇന്ന് സഭയെ നയിച്ചുകൊണ്ടിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പൗലോസ് തുടങ്ങിയുള്ള മഹാരഥന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ പത്രോസ് എഴുതിയ ലേഖനമാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനം. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ആവേശത്തോടെ, ആവേശം വിതച്ചുകൊണ്ടാണ്. അതിന്റെ 2-ാമത്തെ വാക്യം 1:2 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാ: നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സമാധാനം നഷ്ടപ്പെട്ടു പോയ, തകർന്നുപോയ ഒരു സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന ദൈവകൃപയെ കുറിച്ച് അദ്ദേഹം അവരോട് സംസാരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറഞ്ഞു പോയാലും കൃപയും സമാധാനവും നിങ്ങളെ നിലനിർത്തും. അത് അന്നും ഇന്നും എന്നും ശരിയാ. അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, വായിച്ച പ്രധാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം: ആര് നമ്മളെ അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവരോട് പറയാ, റോമൻ ഗവൺമെന്റ് നിങ്ങളെ എഴുതി തള്ളിയാലും, റോമൻ ഗവൺമെന്റ് നിങ്ങളുടെ സാധന സാമഗ്രികൾ കവർന്നെടുത്താലും, നിങ്ങൾ അനാഥരെ പോലെ തെരുവിൽ അലയേണ്ടി വന്നാലും, നിങ്ങളെ ഇവിടെ ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഞാൻ വളരെ വേഗം സംസാരിക്കാം. എങ്ങനെയാ ദൈവം നമ്മളെ അറിയുന്നത്? എങ്ങനെയാ ദൈവം നമ്മളെ അറിയുന്നത്? ദൈവം നമ്മളെ എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചാൽ, ഇതിന് ബൈബിളിൽ ഞാനൊരു ഭാഗം വളരെ വേഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു ഒരുവനെ അറിഞ്ഞ ചരിത്രം അവിടെ നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ഒരു യോഗം നടക്കുന്നു. 3-4 ദിവസമാണ് യേശുവിന്റെ യോഗങ്ങൾ. നിർത്താതെ മുന്നോട്ട് പോകും, നമുക്കറിയാം. അങ്ങനെ ഒരു യോഗത്തിനിടയ്ക്ക് അത്യാവശ്യമായി എന്തോ കാര്യം സാധിക്കാനുണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യൻ ഫിലിപ്പോസ് എന്ന പേര്. ഫിലിപ്പോസ് യേശുവിനോട് അനുവാദം ചോദിച്ചു. ഞാൻ ഇപ്പം വരാം, അത്യാവശ്യമായി പട്ടണം വരെ ഒന്ന് പോണം. യേശു അവൻ അനുവാദം കൊടുത്തു. സഭയിൽ എങ്ങനെ ഇനി ആത്മാക്കൾ വരുന്നതോടെ ഞാൻ പറയുന്നത്. അദ്ദേഹം പട്ടണത്തിൽ പോയി കാര്യം സാധിച്ച് മടങ്ങി വരുമ്പോൾ തന്റെ ഒരു അകന്ന ബന്ധുവോ തന്റെ ഒരു പരിചയക്കാരനോ ആയ ഒരു ചെറുപ്പക്കാരൻ റോഡ് സൈഡിൽ നിൽക്കുന്നതോ ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതോ കണ്ട ഫിലിപ്പോസ് അവനോട് കുശലാന്വേഷണം നടത്തി. രണ്ടുപേരും തമ്മിൽ ക്ഷേമാന്വേഷണം നടത്തിക്കഴിഞ്ഞ് ഫിലിപ്പോസ് അല്പം ധൃതി കാണിച്ചപ്പോൾ ഒരുപക്ഷെ ഇവൻ ചോദ്യഭാവത്തിൽ ഫിലിപ്പോസിനെ നോക്കിക്കാണും. എന്താണ് അങ്ങേക്ക് ഇത്ര ധൃതി? അവൻ പറയുന്ന ഒരു വാചകം: ഞാൻ ഒരുവനെ കണ്ടു, ഞാൻ ഒരുവനെ കണ്ടു. അവന്റെ ചില പ്രത്യേകതകൾ എനിക്ക് മനസ്സിലായി. അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നവനാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നവനെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഫിലിപ്പോസിനോട് നഥനയേൽ ചോദിച്ചു, അവൻ എവിടുത്തുകാരനാണ്? അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അവൻ എവിടുത്തുകാരനാണെന്ന് കൂടി ഫിലിപ്പോസ് അവനോട് പറഞ്ഞു. ആ സ്ഥലത്തിന്റെ പേര് നസ്രേത്തുകാരൻ. ഫിലിപ്പോസിനോടുള്ള നഥനയേലിന്റെ അടുത്ത മറുപടി കേൾക്കണമോ? എന്റെ അച്ചായ, അങ്കിളെ, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? വേദപുസ്തക ഭൂമിശാസ്ത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സ്ഥലത്തിന്റെ പേരായിരുന്നു നാസറേത്ത്. അവിടെ നിന്ന് നല്ല വാർത്തകൾ പുറത്തു വരത്തില്ല. നസ്രയത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ തിന്മയുടെ വാർത്തകളാണ്. നസ്രയത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കൊലപാതകത്തിന്റെ വാർത്തകളാണ്. നസ്രയത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വിപ്ലവങ്ങൾ നടന്നു, കവർച്ച നടന്നു, ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള വാർത്തകളാണ് നാസറേത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു സ്ഥലമായിരുന്നു നസറേത്ത്. അതുകൊണ്ട് റോമൻ പട്ടാളത്തിന്റെ 2 ബറ്റാലിയനെ ഫുൾ ടൈം അവരവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ബറ്റാലിയൻ ആർമി തമ്പടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു നാസറേത്ത്. കാരണം അവിടെ പൊട്ടിപ്പുറപ്പെടുന്ന വിപ്ലവം മറ്റ് സ്ഥലങ്ങളെ ബാധിക്കാതിരിക്കുവാൻ, തന്നെ അടിച്ചൊതുക്കുവാൻ ഗവൺമെന്റിന്റെ ആർമി അവിടെ ഉണ്ടായിരുന്നു. യാതൊരു നിലയിലും മാനിക്കപ്പെട്ട ഒരു സ്ഥലമല്ലായിരുന്നു നാസറേത്ത്. അത് കേൾക്കുമ്പോഴേ നെറ്റി ചുളിക്കും.
അവിടെ വീട് വെക്കാൻ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞാലും ആർക്കും വേണ്ടാത്ത സിദ്ധമായ സ്ഥലം. അതുകൊണ്ടാണ് നാസറേത്തിനെ കുറിച്ച് കേട്ടപ്പോൾ അതെല്ലാം അറിയാവുന്ന നഥനയേൽ ഒരു ചോദ്യം ചോദിച്ചു, എങ്കിലേ നാസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? കാരണം അവിടെ നിന്ന് വന്നിട്ടുള്ളതെല്ലാം തിന്മയുടെ വാർത്തകളാ, തിന്മയുടെ സ്വഭാവങ്ങളാ. നാസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഫിലിപ്പോസിനും അതറിയാമായിരുന്നത് കൊണ്ട് ഫിലിപ്പോസ് വിശദീകരിക്കാൻ നിൽക്കാതെ നഥനയേലിനോട് പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? നീ വന്ന് കാൺമീൻ. Praise the Lord. നീ വന്നൊന്ന് കാണ്, നാസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, ഒരു ദൈവ പ്രവൃത്തി എന്ന് വിചാരിക്കുന്ന, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന, ഒരു മടങ്ങിവരവ് നടക്കത്തിൽ എന്നുള്ള ചിന്തയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന, ഇന്ന് രാവിലെയും സ്വന്തം ശരീരത്തിന് ഒരു സൗഖ്യമുണ്ടാകുമോ എന്നുള്ള ആകുലതയോടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തിന്മ മാത്രമേ പുറത്തു വരത്തുള്ളൂ എന്ന് വിചാരിച്ച നാസറേത്തിൽ നിന്ന് ലോകരക്ഷകനായ, ലോകത്തിന്റെ നന്മയായ യേശു ക്രിസ്തു പുറത്തു വന്നുവെങ്കിൽ, ഇന്ന് പകൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഒരത്ഭുതമായി തീരാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ നാസറേത്തിൽ നിന്ന് വന്ന, അവിടുന്ന് വരുന്നവരുടെ വാർത്തകൾ ബാർബാസ്, ഇങ്ങനെയുള്ള ക്രൂരന്മാരുടെ പേരുകളാ. ഇതിനിടയ്ക്കാണ് യേശു എന്നുള്ള പേര് നഥനയേൽ കേൾക്കുന്നത്. ആളിനെ കാണാൻ വേണ്ടി പോയ പോക്ക നമ്മൾ ശ്രദ്ധിക്കണേ. യേശു ഒരു ഓപ്പൺ സ്പേസിലാകാം, അല്ലെങ്കിൽ ഒരു ഹോളിലാകാം. ഈ സ്ഥലത്തേക്ക് ഒരു ഹോളിലാകാം, മർക്കോസിന്റെ മാളികം ഒരു പോലെയുള്ള സ്ഥലത്താകാം. ഈ സ്ഥലത്തേക്ക് നഥനയേൽ കയറി വരുമ്പോൾ പ്രസംഗം യേശു നിർത്തി. യേശു തന്റെ പ്രസംഗം നിർത്തി. എന്റെ പ്രസംഗത്തെക്കാൾ വലുത് അവന്റെ സാക്ഷ്യമാണെന്ന് കർത്താവിന് മനസ്സിലായി. ഞാൻ പ്രസംഗിക്കുന്നത് ഉള്ളിൽ പതിയുന്നതിനേക്കാൾ അവന്റെ സാക്ഷ്യം ജനത്തിന്റെ ഉള്ളിൽ പതിയണമെന്ന് യേശു ആഗ്രഹിച്ചു. യേശു തന്റെ പ്രസംഗം നിർത്തിയിട്ട് അവനെ വിവേചിച്ചു. സ്പിരിറ്റ് ഓഫ് ഡിസൈൻ, വിവേചിക്കുന്ന ആത്മാവ് അവനെ വിവേചിച്ചു. വിവേചിച്ചുകൊണ്ട് പറഞ്ഞ വാചകം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. ഇതാ വരുന്നു ഇസ്രായേലിയൻ, ഞാൻ ഇവനിൽ കപടം കാണുന്നില്ല, കള്ളത്തരം കാണുന്നില്ല. എന്നെ കുറിച്ച് ഇത്ര വലിയൊരു സാക്ഷ്യം യേശു പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അവൻ അങ്കലാപ്പിൽ അവിടെ നിന്നിട്ട്, യോഗമാണെന്ന് മറന്നിട്ട് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ യേശു അവനോട് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ, എവിടെ വെച്ച് നീ എന്നെ അറിയും? നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ യേശു കൊടുത്ത മറുപടി? നഥനയേലേ, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ, ആ റോഡ് സൈഡിൽ കുറച്ചു മുമ്പേ ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ, നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ട ദൈവമാ. മനസ്സിലായോ പ്രിയമുള്ളവരെ? ഞാൻ നിന്നെ കണ്ട ദൈവമാ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? യേശു അല്ലല്ലോ പോയത്, പക്ഷെ യേശു ദൈവമായിരുന്നു. യേശുവിന് അറിയാമായിരുന്നു ഫിലിപ്പോസ് അവനെ കാണുമെന്നും ഫിലിപ്പോസ് അവനെ വിളിച്ചുവെന്നും വിളിച്ചിവിടെ കൊണ്ടുവന്നെന്നും. വിവേചിക്കുന്ന ആത്മാവ് യേശുവിൽ വെളിപ്പെടുത്തിയപ്പോൾ യേശു അവനെ വിവേചിച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പോസ് കണ്ടത് കൊണ്ടല്ല, നീ പുസ്തകത്തിന്റെ താളുകൾ, ന്യായപ്രമാണത്തിന്റെ താളുകൾ വിശ്വസ്തയോടെ മറിച്ചു നോക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ട ദൈവമാ. റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ സഭാഹോളിൽ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു, ഇരിക്കാൻ ആളില്ല, അതുകൊണ്ട് കയറിയിരിക്കുന്നു പറഞ്ഞ് വിളിച്ചു കയറ്റിയവരല്ല ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. വളരെ ഗൗരവത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ച് ഒരു സ്പേസ് ഈ ഭൂമിയിൽ നമുക്ക് ഒരുക്കി തന്ന കർത്താവ് തന്റെ നിത്യരാജ്യത്തിലും നമുക്കൊരു സ്പേസ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള തെളിവാ ഇന്ന് രാവിലെ ദൈവസഭയിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന് നമ്മൾ അബദ്ധം പറ്റിയവരെ പോലെ ഇരിക്കരുത്. ഇവിടെ വന്ന് നമ്മൾ നിർവിചാരികളെ പോലെ ഇരിക്കരുത്. ഞാൻ ഇവിടുത്തുകാരനല്ലേ എന്നുള്ള ഭാവത്തിൽ ഇരിക്കരുത്. സ്വർഗം ഈ ഭൂമിയിൽ ഒരു സ്പേസ് ഒരുക്കിയതുപോലെ ഇന്ന് പകൽ ദൈവസഭയിലും ഒരു ഇരിപ്പിടം നമുക്ക് ഒരുക്കിയത് കൊണ്ടാ നമ്മൾ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് തന്റെ മാനസാന്തരത്തെ കുറിച്ച് അല്ല, ദൈവം തന്നെ കണ്ടതിനെ കുറിച്ച് ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ദൈവം തന്നെ കണ്ട വഴി പറയുന്നത് എന്താണെന്നറിയാമോ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എന്റെ കർത്താവിനെ കണ്ടെന്ന. വെളിപ്പാടുകളുടെ ആധിക്യം പെരുമഴ പോലെ തന്റെ മേൽ ഉണ്ടായപ്പോൾ താൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തിരുത്തി രണ്ടാമത് പറഞ്ഞ വാചകം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോഴേ അവൻ എന്നെ കണ്ട ദൈവമാ. വെളിപ്പാടുകൾ പെരുമഴ പോലെ തന്റെ മേൽ പെയ്തിറങ്ങി. യേശു തന്നെ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, ശ്രേഷ്ഠ വെളിപ്പാടുകൾ താൻ വീണ്ടും കണ്ടപ്പോൾ മൂന്നാമത് താൻ പറഞ്ഞ വാചകമാണ് സത്യം.
പ്രിയമുള്ളവരെ, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ എന്നെ കണ്ട ദൈവമാ. യാദർശിക അല്ല, ആക്സിഡന്റൽ ആയിട്ടല്ല. ഭൂമിക്ക് അടിസ്ഥാനം ഇപ്പോഴെ 2024 ഡിസംബർ മാസം 20 ആരിവിടെ ഇരുന്ന് അവനെ ആരാധിക്കണമെന്ന് അവൻ നിർണയിച്ച ദൈവമാ. ഹല്ലേലൂയ! നിർണയിച്ച ദൈവമാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മീക കൽപ്പിനായി പരിശുദ്ധാത്മാവ് ചിലരെ ആഹ്വാനം ചെയ്യുന്നു. ഹസ്കന പ്രൗഢം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ചില നിർവിചാരിക അനുഭവങ്ങൾ, ശന്തനാഥന ദൈവസന്നിധിയോട് ഇഴുകിച്ചേരാൻ കഴിയാതെ പിശാച് ബന്ധിച്ച ചില അനുഭവങ്ങൾ, ആത്മീക ആരാധനയെ കെടുത്തിക്കളഞ്ഞ ചില പോരുകൾ, ബലപ്പെടുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നഥനയേലിനോടുള്ള സംസാരത്തിൽ യേശു വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യം നമുക്കറിയാം. എന്താ? ആര് നിന്നെ അറിഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നെ അറിയുന്ന ദൈവമാ, ഞാൻ നിന്നെ കണ്ട ദൈവമാ, ഞാൻ അന്നേ നിന്റെ പേര് എഴുതി ചേർക്കാൻ തീരുമാനിച്ച കർത്താവാ. കാരണം നീ അത്തിയുടെ ചുവട്ടിൽ യഹൂദന്മാർക്ക് 2 നില വീടാ, സാധാരണക്കാരെ ഒറ്റ നില. ഇത്തിരി സാമ്പത്തികമുള്ളവർ മാളിക മുറി കൂടി പണിയും. ഒരേ ഷേപ്പ്, ഇങ്ങനെ ഒരു ഹോളേ ഉള്ളൂ, വലിയ ഹോളൊന്നും അല്ല, ഇങ്ങനെ ഒരു ഹോളേ ഉള്ളൂ, മുറിയൊന്നും തിരിക്കത്തില്ല. അപ്പോൾ വീട് വെക്കുമ്പോൾ മുന്നിൽ ഒരു അത്തി വെക്കും, അതിഥികളെ സ്വീകരിക്കുവാനും നയപ്രമാണത്തിന്റെ താളുകൾ തിരിച്ചു നോക്കാനും ഇതിനുവേണ്ടിയൊക്കെയാ അത്തി വെക്കും. ഇവൻ ആ അത്തിയുടെ ചുവട്ടിൽ നിന്ന് മറിച്ചു നോക്കിയത് ന്യായപ്രമാണത്തിന്റെ താളുകളാ. ഇത് വായിച്ചപ്പോൾ അവന്റെ ഉള്ളിലുണ്ടായ പ്രകാശം, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാനുള്ള ആവേശം, ക്രൈസ്തലോ, അതാണ് അവനെ അവിടെ കൊണ്ടെത്തിച്ചത്. യേശു പറഞ്ഞു, ആരറിഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നെ അറിയുന്നു. അവൻ എന്നോ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ ചുരുളുകൾ മറിച്ചു നോക്കിയപ്പോഴേ സ്വർഗം അതിനെ ഗൗരവമായി കണ്ട ദൈവമാ. ഒരു സ്തോത്രം പറയാൻ കപ്പാസിറ്റി ഉള്ളെങ്കിൽ ഉള്ളിൽ തട്ടി അങ്ങ് പറഞ്ഞോണം. പ്രൈസ്തലോ. പ്രൗഢമന ദൈവത്തെ സ്തുതിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സുവർണ അവസരമെന്ന് കരുതി ഉള്ളു തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോണം. ബൈബിളിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം നമ്മുടെ മനസ്സിലൊന്ന് കരുതുന്നത് നല്ലതാ. എന്താണെന്നറിയാമോ? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കും എന്ന് പറഞ്ഞാൽ, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ലോകം ആദരിക്കത്തില്ല, എളിയ തുടക്കങ്ങളെ ലോകം കണ്ടെന്ന് നടിക്കത്തില്ല, ഉള്ളതിനെ ലോകം മാനിക്കത്തില്ല. എന്നാൽ അല്പകാര്യങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ ഒന്ന് വിശ്വസിക്കാമോ? വിശ്വസിച്ച് ഇന്ന് പകൽ നമുക്കൊന്ന് ബലപ്പെടാം. എളിയ തുടക്കങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. 1870 തമിഴ്നാട്ടിൽ സത്തൻകുളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, അവിടെയുള്ള CMS പള്ളിയിൽ സൊസൈറ്റിയുടെ അധികാരികൾ വന്നെത്തിയിട്ട് ഒരു പ്രസ്താവന നടത്തി. ബൈബിളുകൾ പ്രിന്റ് ചെയ്ത് എല്ലായിടത്തും എത്തിക്കുവാൻ ബൈബിൾ സൊസൈറ്റിക്ക് പണമില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. അടുത്ത വർഷം ഇതേ സമയം ഞങ്ങൾ വരും, നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവരണം. ഞങ്ങൾ പട്ടണത്തിൽ കൊണ്ടുപോയി അത് ലേലം വിളിച്ച് ആ പണം ഉപയോഗിച്ച് ബൈബിളുകൾ ഞങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അടുത്ത വർഷം ഇതേ സമയം വരാം. ബൈബിളിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർ പ്രസംഗിച്ചതിന് ശേഷം അവർ മടങ്ങിപ്പോയി. ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് അരിയിടുവാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഒറ്റ നേരമേ ആഹാരമുള്ളൂ, 2-3 നേരം ഇല്ല. പകൽ ജോലി ചെയ്യും, വൈകിട്ട് ഒറ്റ നേരം കുടുംബാംഗങ്ങൾ ആഹാരം കഴിക്കും. അതായിരുന്നു ആ വീടിന്റെ സ്ഥിതി. ഭാര്യയുടെ പേര് തായരമ്മാൾ, ഭർത്താവിന്റെ പേര് മുത്തയ്യ. ഇടാൻ വേണ്ടിയുള്ള അരി പാത്രത്തിൽ എടുത്തിട്ട് അത് കഴുകുന്നതിന് മുമ്പ് ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടായിട്ട് അരിക്കകത്തേക്ക് അവർ കൈ കടത്തി ഒരു പിടി പിടിച്ചു. ആ പിടി അടുത്ത ചാക്കിലേക്ക് എറിഞ്ഞു. അന്ന് വൈകിട്ട് ചോറ് വെച്ചു, വിളമ്പി. ആഹാരം വിളമ്പിക്കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്കുള്ള ആഹാരം ഇല്ലായിരുന്നു. കാരണം ഇവളുടെ ആഹാരമാണ് എടുത്ത് ചാക്കിലേക്ക് ഇട്ടത്. അവൾ പട്ടിണി കിടന്നു. പിറ്റേ ദിവസം 2-3 പറ്റവൾക്ക് കിട്ടി. 3-ാം ദിവസം ഒരു കുഞ്ഞ് അവശേഷിപ്പിച്ചത് അവൾ തിന്നു. 4-ാം ദിവസവും പട്ടിണി കിടന്നു. മുണ്ടുമുറുക്കി അവൾ ജീവിതം നയിച്ചു. 1 വർഷം വളരെ പെട്ടെന്ന് പോയി. പിറ്റേ വർഷം ഇവർ വരുമെന്ന് തലയാഴ്ചയിൽ പുരോഹിതൻ പള്ളിയിൽ അറിയിച്ചു. പിറ്റേ ഞായറാഴ്ച രാവിലെ ഒരു ഘോഷയാത്രയായിരുന്നു. ആടുകളും പശുക്കളും കോഴികളും പ്രാവുകളും കൊട്ടയും വട്ടിയും നെയ്തെടുത്ത തുണികളുമായി ജനം പള്ളിയിലേക്ക് ഒരു ഘോഷയാത്ര നടത്തുക. ആ പള്ളിയിലേക്ക് പോകാനുള്ള സമയമായപ്പോൾ തായരമ്മാൾ മുത്തയ്യെ അടുക്കളയിലേക്ക് വിളിച്ചു. വലിയൊരു ചാക്ക് ചൂണ്ടിക്കാണിച്ചു. അവൾ പറഞ്ഞു, ഈ ചാക്കെടുക്കാൻ എനിക്ക് ആരോഗ്യമില്ല, അങ്ങ് ഈ ചാക്ക് ചുമക്കണം. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി, എന്താണ് ഈ ചാക്കിൽ നിറച്ചിരിക്കുന്നത്?
അവൾ ഒരു ചെറിയ കരച്ചിലോടെ പറഞ്ഞു, ആ ചാക്കിലിരിക്കുന്നത് എന്റെ ജീവനാണ്. കഴിഞ്ഞ ഒരു വർഷം ഞാൻ ആഹാരം കഴിച്ചില്ല. നിങ്ങൾ അറിഞ്ഞില്ല ഞാൻ പട്ടിണി കിടന്നത്. എന്റെ കുഞ്ഞുങ്ങളും അറിഞ്ഞില്ല. നിങ്ങളുടെ ആഹാരത്തിന് ഞാൻ കുറവ് വരുത്തിയില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ എന്റെ ആഹാരം ഞാൻ ആ ചാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. അതാണ് അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന അരി. അതുകൊണ്ട് അങ്ങ് ഇതുമായി നടക്കണം, ഞാൻ കൂടെ വരാം. അതെടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഇറച്ചിലോടുകൂടി മുത്തയ്യ ആ ചാക്ക് കിടട്ടെടുത്ത് തലയിൽ വെച്ചു. പോകുന്ന പോക്കിൽ ഒത്തിരി പേർ പരിഹസിച്ചു. അവർ അതും ഇതുമൊക്കെ ചോദിച്ചു, എന്താ മുത്തയ്യ, കല്ലും മണ്ണുമാണോ നിന്റെ ചാക്കിൽ, മണ്ണാണോ നിറച്ചിരിക്കുന്നത്? പരിഹാസത്തിന് അവർ മറുപടി കൊടുത്തില്ല. പള്ളിയിൽ വന്നു, സാധനങ്ങൾ കൊണ്ടുവന്നു. അവരെല്ലാം സ്വീകരിക്കുമ്പോൾ, ഒരു മിനിറ്റ് എനിക്ക് തരണമെന്ന് മുത്തയ്യ ആവശ്യപ്പെട്ടു. സാധാരണ അങ്ങനെ ആരും ചോദിക്കാത്തത് കൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ ഒരു മിനിറ്റ് കൊടുത്തു. അദ്ദേഹം മുൻപോട്ട് വന്ന് പോഡിയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാചകം അവിടെ നിന്ന് എല്ലാവരെയും കരയിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന് വെച്ച ചാക്കിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്നത് എന്റെ ഭാര്യയുടെ ജീവനാണ്. കഴിഞ്ഞ ഒരു വർഷം അവൾ ആഹാരം കഴിച്ചില്ല. അവൾ ആഹാരം കഴിച്ചില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അറിയാതെ അവൾ അത് ചെയ്തു. ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് നടക്കത്തില്ലായിരുന്നു. അത് അവൾക്കറിയാമായിരുന്നു. അവൾ പട്ടിണി കിടന്നും ശരീരത്തെ ദണ്ണിപ്പിച്ചും അവൾ ആഹാരം കഴിക്കാതെയും ബൈബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കരുതി വെച്ച കരുതൽ ശേഖരമാ അത് അവളുടെ ജീവനേക്കാൾ വലുതാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അവിടെ വന്ന ബൈബിൾ സൊസൈറ്റിയുടെ അധികാരികൾ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ചും അനുമോദിച്ചും ആ സ്ത്രീയെ ബഹുമാനിച്ചു. ആഴ്ചയിൽ പള്ളിയിൽ വന്ന അറിയിപ്പ്, ഞങ്ങൾ ഈ സാക്ഷ്യത്തോടു കൂടി ഈ ഒരു ചാക്കരി ലേലത്തിന് പട്ടണത്തിൽ വെച്ചു. അവിടെ വന്നതിൽ ഏറ്റവും വലിയ ധനികൻ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത വൻതുകയ്ക്ക് ഞാൻ ഈ ലേലത്തിൽ കൊണ്ടുപോയി. എന്റെ വിഷയം അതല്ല. അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് വളരെ കുറഞ്ഞു പോയി, അന്ന് മുതൽ നൂറുകണക്കിന് ദൈവദാസന്മാരുടെയും കുടുംബങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും പട്ടിണി മാറ്റുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ സമ്പ്രദായത്തിന്റെ പേരാ പിടിയേരി സമ്പ്രദായം. നിങ്ങൾ പലർക്കും അറിയാം. എന്റെ പിതാവൊക്കെ 1920കളുടെ അവസാനം വിശ്വാസത്തിലേക്ക് വന്നതാണ്. അദ്ദേഹത്തിന്റെ മാതാവ് ഒരാഴ്ചയൊക്കെ വെക്കുന്ന പിടിയേരി ഒട്ടിയിലാക്കി അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് കൊടുത്ത് കൈത്തോമിലൊക്കെ വിട്ട ചരിത്രം അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 1970കളിലും 80കളിലും എന്റെ ഓർമ്മയുണ്ട്. 70കളുടെ അവസാനം 80കളിൽ എന്റെ ഓർമ്മയുണ്ട്. ഞാൻ പാർക്കുന്ന ഫെയ്ത്ത് ഹോമുകളിൽ എത്രയോ പ്രാവശ്യം ഇങ്ങനെയുള്ള പിടിയരികൾ അനേക സാധുക്കളായ മാതാക്കൾ കൊടുത്തുവിട്ടത് അവരുടെ മക്കളും ഭർത്താക്കന്മാരും കൊണ്ടുവന്നത് ഞാനും ഭക്ഷിച്ചിട്ടുണ്ട്. ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1870 തമിഴ്നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സാധു സ്ത്രീയുടെ ഉള്ളിൽ തോന്നിയ പ്രകാശത്തെ നൂറുകണക്കിന് ദൈവദാസന്മാരുടെയും തലമുറകളുടെയും പട്ടിണി അകറ്റത്തക്കവണ്ണം ഒരു സമ്പ്രദായമായി വളർത്തിയെടുക്കുവാൻ ഒരു ദൈവം സ്വർഗത്തിലുണ്ടായിരുന്നുവെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എളിയ തുക്കങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്ക്, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്വർഗം നമ്മളെ അറിയുന്നു, കർത്താവ് നമ്മളെ അറിയുന്നു. ആ വിഷയത്തിൽ ആർക്കും സംശയം വേണ്ട, ആർക്കും സംശയം വേണ്ട. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. എങ്ങനെയുള്ളവരെയാ കർത്താവ് അറിയുന്നത്? ഇങ്ങനെ അറിയും. ഇനി എങ്ങനെയുള്ളവരെയാ? ആ വാക്യത്തിൽ തന്നെ എങ്ങനെയുള്ളതെന്ന് അറിയുന്നുണ്ട്. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇന്നും ഞാൻ അപകടം കാണുന്നില്ല. എന്നാൽ ഇതിലൂടെ ആധികാരികമായി വേദപുസ്തകത്തിൽ എങ്ങനെയുള്ളവരെയാ അറിയുന്നതെന്ന് രേഖപ്പെടുത്തിയ ഒരു ഭാഗം ബൈബിളിൽ നമുക്ക് കാണാം. ഇത് വേറെ എങ്ങും തപ്പിപ്പോണ്ട, കാണാതറിയാവുന്ന ഭാഗമാ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു മനോഹര വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടവനും ആയിരുന്നു. എന്താ ഇയ്യോബിന്റെ ക്വാളിറ്റി? ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഏകദേശം അറിയാമായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. അബ്രഹാമിന്റെ സമകാലികനായിരുന്നു. ബിബ്ലിക്കൽ കമന്ററികൾ പറയുന്നത് അബ്രഹാമിനേക്കാൾ ധനവാനായിരുന്നു. ദേശത്തിലെ മേജർ വെൽത്ത് ഹോൾഡ് ചെയ്തിരുന്ന ധനികനായിരുന്നു. അതുകൊണ്ട് എക്സ്കവേഷൻ, ഖനനങ്ങളൊക്കെ നടന്നപ്പോൾ ഖനനങ്ങളിൽ പഴയ സാധനങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ കൂട്ടത്തിൽ ചില നാണയങ്ങളിൽ പ്രായ ഭാഷയിൽ ജോബ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദേശത്തെ മേജർ വെൽത്ത് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് സ്വന്തമായി നാണയങ്ങൾ അന്ന് പ്രൊഡ്യൂസ് ചെയ്യത്തക്കവണ്ണം അധികാരമുള്ള വ്യക്തിയായിരുന്നു ഇയ്യോബ്. അത്രയ്ക്ക് ധനികനും
വലിയവനുമായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവം അവനെ ശോധന ചെയ്തപ്പോൾ അവൻ ആരെന്നുള്ളതല്ല, അവൻ എന്താണെന്നുള്ളതായിരുന്നു വിഷയം. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ചുണർത്തുന്നു. സ്വർഗം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ആരെന്നുള്ളതല്ല സ്വർഗത്തിന് വിഷയം, നമ്മൾ എന്താണെന്നുള്ളതാ വിഷയം. ഇന്ന് രാവിലെയും അതാ കർത്താവിന് വിഷയം. നമ്മൾ ആരെന്നുള്ളത് അവന് കേൾക്കണ്ട, നമ്മൾ എന്താകുന്നു എന്നറിയാൻ ഇന്ന് പകൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായിരുന്നു യോബിന്റെ വിജയവും സാക്ഷ്യവും. എന്നാൽ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും അധികം ശോധനയിൽ കൂടി കടന്നുപോയ ഒരു മനുഷ്യനാ യോബ്. എല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിലും, എല്ലാം ദൈവത്തിന് താല്പര്യമുള്ള സ്വഭാവമാണെങ്കിലും, ജീവിതത്തിന് ഏറ്റവും അധികം പ്രതിസന്ധിയിൽ കൂടി അദ്ദേഹം കടന്നുപോയി. എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അവസാനം സ്വന്തം ശരീരം നഷ്ടപ്പെടാൻ തുടങ്ങി. തൊലി പൊളിഞ്ഞു, മാംസം അടർന്നു. യോബിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ അടുത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ മഹാദുർഗന്ധമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം. സാഹചര്യങ്ങൾ നമുക്കറിയാം. അവസാനം ദുർഗന്ധ നിമിത്തം വീടിനകത്തുനിന്ന് ചാരത്തിലേക്ക് അദ്ദേഹം കിടപ്പ് മാറ്റി. ചാരത്തിൽ കിടന്ന് കഴുകി മട്ടും അദ്ദേഹത്തിന്റെ ശരീരം കഴുകിത്തീരുമ്പോൾ വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നൊരു രംഗം ബൈബിളിലുണ്ട്. ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ കുറ്റം പറയത്തില്ല. കാരണം അവൾ സഹിക്കുന്നതിനൊരു പരിമിതിയും ഉണ്ടായിരുന്നു. അവൾ സഹിക്കാവുന്നിടത്തോളം പിടിച്ചു നിന്നു. അവസാനം പിടിച്ചു നിൽക്കുവാൻ ഒരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോൾ അവൾ യോബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ ഒരു വാചകം ബൈബിളിലുണ്ട്. നമുക്കതറിയാം. എന്താ അവൾ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവനെ, നീ എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യണം, അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയണം, അങ്ങ് ചത്തുകള. എന്തിനാ? ശരീരം തീരുക, ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് സെപ്റ്റിക്കായി മരിക്കും. ശരീരം വളരെ ബലഹീനമാ, അതുകൊണ്ട് അങ്ങ് ചത്തുകള. പിന്നെ ചാകുന്നെന്നും ഒരു കാര്യം ഓർത്തോണേ, നമ്മളെ ഇത്രയും തകർത്തിയ ആ ദൈവത്തെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം. ക്രൈസ്തലോ, അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം. അവൾ വളരെ ഗൗരവത്തിൽ പറയുക, നമ്മൾ ഇത്രയും തകർക്കാൻ നമ്മൾ എന്ത് ദോഷം ചെയ്തു? അങ്ങ് എന്ത് ദോഷം ചെയ്തു? അങ്ങേക്ക് ദൈവമല്ലായിരുന്നു എല്ലാം ഇത്രയും വലിയ ശോധനയിൽ കൂടി അങ്ങേ കടത്തിവിടാൻ അങ്ങ് എന്ത് ദോഷം ചെയ്തു? അതുകൊണ്ട് അങ്ങ് തള്ളിക്കളയണം. മരത്തിൽ കിടന്നുകൊണ്ട് യോബ് പറഞ്ഞ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളുണ്ട്. ഇതിനൊരു പ്രധാന സാക്ഷ്യം, ഈ സമയത്ത് യോബ് കൊടുക്കുന്ന ഒരു മറുപടി എന്താണെന്നറിയാമോ? എന്റെ പ്രിയ ഭാര്യയെ, 6 കഷ്ടങ്ങൾ നമ്മൾ ഇതിലും വലുതും ഭയങ്കരവുമായത് കടന്നതല്ലേ. അവിടെ നമ്മളെ നിർത്തി ഒരു ദൈവം സ്വർഗത്തിലുണ്ടെങ്കിൽ 7ാമത്തേതിലും തളരാതെ നിർത്താൻ അവൻ മതിയായ ദൈവമാ. അവൻ മതിയായ ദൈവമാ. ഇനി ഇന്ന് തീച്ചൂളയിൽ ഒരു ഭക്തന്റെ സാക്ഷ്യം എന്താണെന്നറിയാമോ? അവിടെയും എന്നെ തളരാതെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധനയിൽ വന്നിട്ട് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആവേശം ഇത് തന്നെ ആകട്ടെ. വലുതും ഭയങ്കരവുമായ അനേക ഇടങ്ങളിൽ അവൻ നമ്മളെ പിടിച്ചു നിർത്തിയെങ്കിൽ ഇനിയും നമ്മളെ നടത്താൻ നമ്മുടെ കർത്താവ് മതിയായവൻ. എത്ര വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. അദ്ദേഹത്തിന്റെ അടുത്തൊരു വാചകം എന്തെന്നറിയാമോ? എൻ പ്രിയൻ അവൻ പൊടിമേൽ നിന്നവനാ. ഇദ്ദേഹം കിടക്കുന്നത് ചാരത്തിലാ. ചാരം പൊടിഞ്ഞാൽ മൈന്യൂട്ടാ, ലെൻസ് വെച്ച് പോലും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മൈന്യൂട്ടാ. ആഷസ് ചാരം പൊടിഞ്ഞാൽ അതായിരുന്നു അദ്ദേഹത്തിന്റെ കിടക്കുന്ന സ്ഥലം. അദ്ദേഹം ആ ചാരത്തിൽ കിടന്ന് ജീവിതം പിടിവിട്ടു പോയെന്ന് തോന്നിയപ്പോൾ ഒരു വാചകമുണ്ട്. എന്താ പ്രിയമുള്ളവരെ ആ വാചകം? എന്റെ പ്രിയൻ അവൻ പൊടിമേൽ നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതേ പൊടിമേൽ അവൻ എന്നെയും നിർത്തും. നമ്മൾ ജീവിക്കുന്നത് ഉറപ്പുള്ള പാറമേലല്ല. എത്രയോ പേർ തകർന്നു പോയ ഭൂമിയിലാ നമ്മൾ പാർക്കുന്നത്. എത്രയോ പേർ ഇല്ലാതായി പോയ മണ്ണിലാ നമ്മൾ ജീവിക്കുന്നത്. കോവിഡ് 2 കോടിയാ തുടച്ചു മാറ്റിയത്. കൃപയാൽ കോവിഡിനെ അതിജീവിച്ച ഒരു സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെക്കാളും നിങ്ങളെക്കാളും ആരോഗ്യമുള്ള, ഇലാസ്റ്റികതയുള്ള, ഇമ്മ്യൂൺ പവർ കൂടുതലുള്ള 2 കോടിയെ മാറ്റിയ മണ്ണിൽ ഇന്ന് പകലും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ, പൊടിമേൽ നമ്മളെ നിർത്താൻ കഴിവുള്ളൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശബ്ദമുയർത്തി സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ വിശ്വസിക്കുക, അവൻ നമ്മളെ നിർത്താൻ തീരുമാനിച്ചാൽ ഏത് സാഹചര്യവും അവൻ നമുക്ക് അനുകൂലമാക്കുന്ന ദൈവമാണ്. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ശമന റികമന. യേശുവിന്റെ നാമത്തിൽ ചില അവിശ്വാസങ്ങൾ മാറ്റപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിയെ കുറിച്ചുള്ള സംശയങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ.
യോബ് കണ്ട ചാരത്തിൽ കിടന്നു കണ്ട അടുത്ത ദർശനം ഇത് വളരെ ദൂരമുള്ളതാ. ചാരത്തിൽ തന്റെ ശരീരം അറ്റത്ത് വീഴുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞെ കണ്ണാലല്ല എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ എന്റെ കർത്താവിനെ കാണും. എന്താ? ചാരത്തിൽ കിടന്ന ശരീരം അഴുകിത്തീരുമ്പോഴും യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ദർശനം കണ്ട വ്യക്തിയുടെ പേരാ യോബ്. പ്രൈസ് ദി ലോർഡ്. അവൻ ദർശനം കണ്ടു. അവൻ പറഞ്ഞു, എന്റെ ശരീരം അഴുകി തീർന്നാലും എന്റെ കണ്ണാൽ എന്റെ കർത്താവിനെ ഞാൻ കാണും. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രതിസന്ധികൾ നമ്മളെ ഇല്ലാതാക്കാനല്ല, പ്രതിസന്ധികൾ നമ്മളെ മുടിച്ചു കളയാനല്ല, പ്രതിസന്ധികൾ നമ്മളെ എഴുതി തള്ളാനുള്ളതല്ല. ചില പ്രതിസന്ധികൾ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ചില പദ്ധതികൾ മാത്രമാണ്. ഹല്ലേലൂയ. യോബിന്റെ സാക്ഷ്യം, യോബിന്റെ പുസ്തകം ആദ്യ അധ്യായവും അവസാന അധ്യായവും എന്നെ ആഡ് ചെയ്തതാണെന്നാ പറയുന്നത്. യോബല്ല എഴുതിയെന്ന് പറയുന്ന ചിന്തകന്മാരുമുണ്ട്. ഇതിന് സാധ്യതയുമുണ്ട്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, യോബിന്റെ പുസ്തകം അവസാന അധ്യായം വായിക്കുമ്പോൾ ഇവിടെ നമ്മളൊരു വാക്യം കാണുന്നുണ്ട്. യോബിന്റെ പുസ്തകം 42 അധ്യായം 12 വാക്യം. ആ വാക്യം നമുക്ക് കാണാതെ പഠിക്കണം, നല്ലതാ. ഹല്ലേലൂയ. യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം ദൈവം അനുഗ്രഹിച്ചു. The Lord blessed his latter days more than his beginning. അവന്റെ ആരംഭത്തെക്കാൾ അവന്റെ അവസാനത്തെ ദൈവം അനുഗ്രഹിച്ചു. ആരെങ്കിലും സ്വപ്നം കണ്ടതാണോ? ഒരുത്തരും സ്വപ്നം കണ്ടില്ല. യോബ് വിചാരിച്ചോ? വിചാരിച്ചില്ല. നിർത്തുമെന്നേ വിചാരിച്ചുള്ളൂ. ആരും സ്വപ്നം കണ്ടോ? ഉറക്കത്തിലുമല്ല, നേരെയുമല്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. ലോകം സ്വപ്നം കണ്ടില്ല, പക്ഷെ ദൈവം അതിനെ കളമൊരുക്കിയവനാ. ഇന്ന് പകൽ വിശ്വസിക്കണം, ലോകം വിചാരിക്കുന്നത് പോലെ നമ്മളെ നടത്തുന്നവനല്ല കർത്താവ്. ലോകം ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മളെ നടത്തുന്നവനല്ല. നമ്മുടെ സഹോദരങ്ങൾ വിചാരിച്ചതുപോലെ നമ്മളെ നടത്തിയവനല്ല. നമ്മുടെ മാതാപിതാക്കൾ വിചാരിച്ചതുപോലെ നമ്മളെ നടത്തിയതല്ല. അവന്റെ വഴികൾ വെളിപ്പെട്ടപ്പോൾ അത് അതിലും എത്രയോ ശ്രേഷ്ഠമായിരുന്നു. ശബ്ദമുയർത്തി എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആദരങ്ങൾ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പ്രിയപ്പെട്ടവരോട് പറയാം, അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ, ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നപ്പോൾ ദൈവം അവനെ ആദരിക്കുവാൻ തീരുമാനിച്ചു. ആ ആദരവെന്ന് പറയുന്നത് അവന്റെ മുൻകാലത്തേക്കാൾ ശ്രേഷ്ഠമായിരുന്നു. ഇന്ന് രാവിലെ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ഓർത്തോനെ, നമ്മുടെ ദൈവമാർക്കും കടക്കാരനല്ല. ചേർന്നൊന്ന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ഇന്ന് പകൽ ഉള്ളിൽ ഒന്ന് കുറിച്ചിടണേ. നമ്മൾ വായിച്ച രണ്ടുപേരെ കുറിച്ചുമുള്ള കർത്താവിന്റെ സാക്ഷ്യം. ആദ്യത്തെ, അവനെ ഞാൻ അറിയുന്നു. എങ്ങനെ അറിയുന്നു? നിന്നെ ഞാൻ എത്രയോ നാളുകൾക്ക് മുമ്പേ അറിയുന്നു. നീ നിഷ്കളങ്കനാണെന്ന് ഞാൻ അറിയുന്നു. രണ്ടാമത്തവനെ കുറിച്ചുള്ള സാക്ഷ്യം, നീ നിഷ്കളങ്കനും നേരുള്ളവനും യഹോവ ഭക്തനും ദോഷം വിട്ടകന്നവനും. 4 കൂട്ടം കാര്യങ്ങളിൽ എത്ര വിഷയത്തിൽ നമ്മൾ വിശ്വസ്തരാണ്, എത്ര വിഷയത്തിൽ നമ്മൾ വിശ്വസ്തരാണ്. ഇന്ന് പകൽ കർത്താവിന് ആവശ്യം വിശ്വസ്തന്മാരെയാ, വിശ്വസ്തന്മാരെയാ. പുസ്തകത്തിലെ ഏറ്റവും വലിയ കരച്ചിൽ മാസ്റ്റർമാരില്ലാതായി പോകുന്നതല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ നിലവിളി പ്രവാചകന്മാരുടെ എണ്ണം കുറയുന്നതല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ നിലവിളി സഭകളിൽ വിശ്വാസികളുടെ എണ്ണം കുറയുന്നതല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ നിലവിളി ഇല്ലാതായി പോകുന്നു. വിശ്വസ്തന്മാർ നമ്മുടെ ഇടയിൽ കുറയുന്നെന്ന ഇന്ന് പകൽ സഭയിലുള്ള ദൈവമക്കളെ നമുക്കിതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം, വെല്ലുവിളിയായി ഏറ്റെടുക്കാം. വിളിച്ചിറക്കിയെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ വഴികൾ നമുക്ക് ഒന്നുകൂടി പഠിക്കാം. 37 സങ്കീർത്തനം 5 വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നല്ലതാ. 37 സങ്കീർത്തനം 5 വാക്യം. അത് നമുക്കറിയാം. എന്താ? നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. ചേർന്നൊന്ന് പറഞ്ഞേ, അവനിൽ തന്നെ ആശ്രയിക്കുക. അടുത്ത വാചകം, അവൻ അത് നിനക്ക് വേണ്ടി നിർവഹിക്കും. He will do it for you. അതാ യോബിന്റെ സാക്ഷ്യം. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ലോകം നമ്മളെ വഴിതെറ്റിക്കുന്ന ലോകമാ. ഈ ലോകം വിശ്വാസത്തിൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ലോകമാ. പ്രതിസന്ധികളുടെ മുന്നിൽ നമ്മളെ തകർത്ത് കളയുന്ന ലോകമാ. ശൂന്യതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ലോകമാ. ഭൂമിക്ക് സംഭവിച്ച തകർച്ചയുടെ ആഴം നമുക്കറിയാമല്ലോ. 24 മണിക്കൂറിനകം പിശാച് അടർത്തിയെടുത്ത ലോകമാ. ഇവിടെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സ്നാനം കേവലം ഒരു ഡോറ് മാത്രമാണ്.
അകത്ത് പ്രവേശിക്കുവാൻ ലഭിച്ച അനുവാദം വളരെ ഗൗരവമുള്ളതാ. ആ ഡോർ തുറന്നത് കൊണ്ടല്ലേ സുറിയാൻ അകത്ത് പ്രവേശിച്ചത്. പക്ഷെ സ്നാനം നിത്യതയിൽ എത്തിക്കുമെന്ന് വിചാരിക്കരുതേ. അവസരം ദൈവം തന്നു അകത്ത് കയറാൻ. അടുത്തത് മുന്നിലുള്ള ഒരു ദൂരമാണ്. ആ ദൂരം താണ്ടുന്നവനെ നാട്ടിൽ എത്തുകയുള്ളൂ. ആ വഴിയാണ് ഗൗരവം. ഞാൻ ഒന്നുകൂടി പറയാം, എത്തിച്ചേരുന്ന സ്ഥലമാണോ യാത്രയാണോ വലുതെന്ന് ചോദിച്ചാൽ ഞാൻ 100% ഉറപ്പിച്ചു പറയും, എത്തിച്ചേരുന്ന സ്ഥലത്തേക്കാൾ നമ്മൾ ഗൗരവം കൊടുക്കേണ്ടത് നമ്മൾ യാത്ര ചെയ്യുന്ന വഴിക്കാണ്. എന്താ അതിന്റെ കാരണം? എത്തിച്ചേരുന്ന സ്ഥലത്തിന് ക്ഷതം സംഭവിക്കത്തില്ല, എന്നാൽ വഴി തെറ്റിയാൽ നമ്മൾ അവിടെ എത്തിച്ചേരത്തില്ല. അതുകൊണ്ട് പകൽ ഇവിടെ വന്നിരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മളെ വിളിച്ച വിളിയെ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിന്റെ ഒരു തീഷ്ണതയിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പകൽ ആഹ്വാനം ചെയ്യുന്നു. ഒരു കാര്യം ഉറപ്പാ, വഴി അറിയാവുന്നവന് വഴി തെറ്റിയാൽ പിന്നെ രക്ഷിക്കാൻ ആരും കാണത്തില്ല. ഇംഗ്ലണ്ടിലെ ഒരു തണുത്ത രാത്രിയിൽ ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുക. മഞ്ഞ് നിറഞ്ഞ ഒരു രാത്രിയിൽ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞുമായി ആ ട്രെയിനിലേക്ക് കയറി. എടുത്താൽ പൊങ്ങാത്ത വെയിറ്റും അവളുടെ തോളിലുണ്ട്. അവൾക്ക് ആകെപ്പാടെ ഒരു അങ്കലാപ്പ്. ഏകദേശം മധ്യഭാഗത്ത് അവൾക്ക് സീറ്റ് കിട്ടി. അവൾ സീറ്റിൽ ഇരുന്നപ്പോൾ അവൾക്ക് വലിയ അങ്കലാപ്പ്. അവളുടെ മുഖത്തറിയാം. അവൾ അങ്ങേയറ്റത്ത് സീറ്റിൽ ഇരിക്കുന്ന ജെന്റിൽമാനെ സീറ്റിലടിച്ച് വിളിച്ചു, സാർ ഒരു കാര്യം ചെയ്യാമോ, ഒന്ന് സഹായിക്കാമോ? അദ്ദേഹം ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? അവളൊരു ചെറിയ പേപ്പർ തുണ്ട് അദ്ദേഹത്തിന് നേരെ കാണിച്ചിട്ട് പറഞ്ഞു, സാറേ, ഞാൻ ഇറങ്ങേണ്ടുന്ന സ്റ്റേഷന്റെ പേരായി പേര്, പക്ഷെ സ്റ്റേഷൻ എനിക്കറിയത്തില്ല, ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാ, അതുകൊണ്ട് അങ്ങേക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പേരറിയാം, സ്ഥലം അറിയത്തില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, എനിക്ക് ഈ സ്ഥലം അറിയാം, ഞാൻ എപ്പോഴും ഈ വഴി യാത്ര ചെയ്യുന്നയാളാ, ഒത്തിരി ദൂരം ഇനിയും പോകണം, വെളുപ്പിനെയാകും, അർദ്ധരാത്രി കഴിയും, നീ ഒരു കാര്യം ചെയ്യും, കുഞ്ഞുമായിരുന്നു ഉറങ്ങിക്കോ, ഞാൻ നിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചോളാം. അവൾക്ക് വളരെ ആശ്വാസവും സന്തോഷവുമായി. നേരത്തെ ആവലാതി മാറി, അങ്കലാപ്പ് മാറി, അവളും കുഞ്ഞും സുഖമായിരുന്നു ഉറങ്ങി. രാത്രിയൊക്കെ കഴിഞ്ഞു. ട്രെയിൻ ഇങ്ങനെ ചീറിപ്പായുക. അല്പസമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്നു. അദ്ദേഹം ഷട്ടർ പൊക്കി നോക്കി. എന്നിട്ട് അവളെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തും, ഇത് നിനക്കുള്ള സ്റ്റേഷനാണ്, അടുത്ത സ്റ്റേഷൻ, അതിന് മുമ്പുള്ള സ്റ്റേഷനായത്. കുഞ്ഞും സാധനവുമായി ഇവിടെ നിനക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, വാതിലിന്റെ അടുത്ത് പോയിരുന്നു, ട്രെയിൻ നിർത്തുമ്പോൾ നീ ഇറങ്ങിക്കോ, അത് നിനക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനാ. ഒത്തിരി നന്ദി പറഞ്ഞിട്ട് കുഞ്ഞും സാധനവുമായി ഡോറിന്റെ അടുത്തേക്ക് പോയിരുന്നു. അദ്ദേഹം സുഖമായി ഒന്ന് മയങ്ങി. കുറെ നേരം അദ്ദേഹം ഇവളെ വിളിക്കേണ്ടതുകൊണ്ട് ആദ്യ മയക്കത്തിലായിരുന്നു. ഇങ്ങനെ മയങ്ങാൻ തുടങ്ങി, ഉറക്കം വന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ വിട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ കുലുങ്ങി നിന്നു. അദ്ദേഹത്തെ മനസ്സിൽ പറഞ്ഞു, അവൾ പിന്നെ ഇറങ്ങിക്കോളും, അവളുടെ സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തിയത്, കുഴപ്പമില്ല, ഞാൻ അവളോട് പറഞ്ഞല്ലോ. അദ്ദേഹം ഉറക്കം ഇങ്ങനെ തുടർന്നു. എന്നാൽ അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ, മണിക്കൂർ ഒത്തിരി കഴിഞ്ഞ ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ട്രെയിൻ കുലുങ്ങി നിന്നു. ഇങ്ങനെ ഒരു സ്റ്റേഷൻ ഇതിനടുക്കുള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയത്തില്ല. ഷട്ടർ പൊക്കി അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം ആ സ്ത്രീയോട് ഇറങ്ങാൻ പറഞ്ഞ സ്റ്റേഷനില ഇപ്പോൾ ഈ ട്രെയിൻ നിൽക്കുന്നത്. അദ്ദേഹം സീറ്റിൽ എഴുന്നേറ്റ് അലറി വിളിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ ചാടി. എഞ്ചിൻ ഡ്രൈവർ അടുക്കലേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, അയ്യോ, എന്തിനാ അല്പസമയം മുമ്പ് ഈ ട്രെയിൻ നിർത്തിയത്? എഞ്ചിൻ ഡ്രൈവർ പറഞ്ഞു, ഭയങ്കര മഞ്ഞായിരുന്നു, കാണത്തില്ലായിരുന്നു, മഞ്ഞൊന്ന് മാറാൻ വേണ്ടി 1-2 മിനിറ്റുകളൊന്ന് നിർത്തിയെന്നേ ഉള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ വിട്ടു. അയ്യോ, സ്ത്രീയും കുഞ്ഞും ഇറങ്ങിയത് കൊടുങ്കാട്ടിലാണല്ലോ. പിറ്റേ ദിവസം റെയിൽവേ പ്രൊട്ടക്ഷൻ സേന അന്വേഷിച്ചു ചെന്നപ്പോൾ വിറങ്ങലിച്ച് കിടക്കുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും ശരീരമാണ് അവർ കണ്ടെത്തിയത്. എന്താ ഇവിടെ സംഭവിച്ചത്? പോകേണ്ടുന്ന സ്ഥലം നമുക്കറിയാമായിരുന്നു, പോകേണ്ടുന്ന വഴി നമുക്കറിയാമായിരുന്നു, എങ്ങനെ പോണമെന്ന് നമുക്കറിയാമായിരുന്നു. ഇന്ന് പകൽ നമ്മുടെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി കേട്ട പ്രസംഗങ്ങൾ നിൽക്കുക, വായിച്ച വാക്യങ്ങൾ നിൽക്കുക. ഇന്ന് പകൽ കറുത്തതോ ചുമന്നതോ വെള്ളയോ ബൈൻഡുള്ള ഈ പുസ്തകവും ചുമന്നുകൊണ്ട് ഈ ആലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഓർത്തോണേ, വളരെ ഗൗരവമുള്ള ഒരു ജീവിതമാണ് ഞാനും നിങ്ങളും നയിക്കുന്നത്. ഹല്ലേലൂയ. ഒത്തുതീർപ്പിന് പറ്റിയ മാർഗമല്ല വിശ്വാസ ജീവിതം. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്കണം, നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. സമർപ്പിക്കുന്നതിനെ അവൻ നടത്തുന്ന ദൈവമാ, കൈവിടുന്ന ദൈവമല്ല. ശാരീരിക ക്ലേശങ്ങളെ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാ. ഞാൻ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാ. എന്റെ 2 കാലിന്റെ ബലം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരുന്നു. വീൽ ചെയറിലും സ്ട്രക്ചറിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് 6 മണിക്കൂർ നീണ്ട ഒരു സർജറിയാ ഡോക്ടർ വിധിച്ചത്. എന്റെ കാലിന്റെ ചെറിയ വിരലിന്റെ ഞരമ്പ് വരെ ഡെഡായി പോയ ഒരു വ്യക്തിയാ. എല്ലാ ബലവും നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാ. 6 മണിക്കൂർ നീണ്ട ഒരു സർജറി
നാളെ എനിക്ക് നടക്കുന്നെങ്കിൽ തലേ ദിവസം ഡോക്ടറിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സർജറി ഞാൻ ചെയ്യും, സമയം ഒത്തിരി എടുക്കും, കുഴപ്പമില്ല, പക്ഷേ സർജറി കഴിഞ്ഞാലും നടക്കാമെന്ന് വിചാരിക്കരുത്. എന്റെ എല്ലാ പ്രതീക്ഷകളും അവിടെ അസ്തമിച്ചു പോയി. നടക്കാമെന്ന് വിചാരിച്ച് എനിക്ക് നടക്കത്തില്ലെന്നുള്ള വാർത്ത എനിക്ക് ഒത്തിരി ഭാരമുളവാക്കി. ഡോക്ടർ പറഞ്ഞു 6 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 3 മാസം കൊണ്ട് എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയവനാ. എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയവനാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരത്ഭുതമായി തീരാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാതയെ നമുക്ക് നേരെയാക്കാം, നമ്മുടെ വഴികളെ നമുക്ക് സ്ഥിരപ്പെടുത്താം. വിശ്വാസ ജീവിതം അബദ്ധം പറ്റിയവരുടെ ഒരു കൂട്ടമല്ല. വിശ്വാസ ജീവിതം ലോകത്തെ ജയിച്ചവരുടെ കൂട്ടമാ. ലോകത്തെ ജയിച്ചവരുടെ കൂട്ടമാ. അതുകൊണ്ടാണ് ആദ്യം വായിച്ച വാക്യത്തിൽ ഇന്ന് കർത്താവിന്റെ നാളെന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമായി അനേകരുടെ മുന്നിൽ നിർത്തി സ്വർഗം നിങ്ങളെ ആദരിക്കും. എല്ലാം നഷ്ടപ്പെട്ടു പോയ സമൂഹത്തോട് പറയുന്നു, നിങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ, ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഇന്ന് പകൽ ആശങ്കകളെ ഒന്ന് മാറ്റിവെക്കാം, ആകുലതകളെ ഒന്ന് മാറ്റിവെക്കാം. വിശ്വസിച്ച് പറ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം അനുകൂലമെങ്കിൽ ശാരമാണെങ്കിലും പാറ പോലെ അവൻ ഉറപ്പിക്കും, പൊടുമേൽ അവൻ നിർത്തും, ഇല്ലായ്മയിലും ശോധനയിലും അവൻ പരിപാലിക്കും. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ശഖമന ചുടല, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ചില ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്ഥിരപ്പെടുത്തുന്ന ദൈവശക്തി, സ്ഥിരതയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കഥാപാത്രമുണ്ട്. എന്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ പ്രസംഗം നിർത്തേണ്ടുന്ന സമയമാകും. കോഴഞ്ചേരിക്ക് സമീപം നാരങ്ങാനം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ഈ നാരങ്ങാനം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഉള്ളവർ, ആ വീട്ടിലെ അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളും. അപ്പന്റെ പ്രത്യേകത മദ്യപാനിയ. അമ്മയുടെ പ്രത്യേകത കൊയ്യാൻ മാത്രം അറിയാവുന്ന ഒരു സാധു സ്ത്രീ, കൊയ്ത്തറിയാം. 2 കുഞ്ഞുങ്ങൾ, പെൺകുട്ടി മൂത്തത്, മകൻ ഇളയത്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിനെ സ്കൂളിൽ വിടേണ്ടുന്ന സമയമായപ്പോൾ ഇന്ന് രാവിലെ കൊയ്ത്തിന് താമസിച്ചേ വരത്തുള്ളെന്ന് പറഞ്ഞ് ഈ കുഞ്ഞുമായി ഈ സ്ത്രീ സ്കൂളിലേക്ക് ചെന്നു. നാരങ്ങാനം LP സ്കൂളിൽ അവൻ അഡ്മിഷൻ എടുത്തു. 4-ാം ദിവസം ടീച്ചർ അമ്മയെ വിളിപ്പിച്ചു. അമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് ബുദ്ധി വേണ്ടതുപോലെ ഇല്ല, അക്ഷരം ഗ്രഹിക്കേണ്ടുന്ന ഭാഗം ബ്ലാങ്കാ, അവിടെ അവൻ അക്ഷരം ഉറക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബുദ്ധി. ഭൂമിയിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തു ആകാശത്തോട് പറക്കുന്ന വിമാനമൊന്നുമല്ല, നമ്മുടെ ശരീരം മാത്രമാ. അവൻ അക്ഷരം ഗ്രഹിക്കേണ്ടുന്ന ഭാഗം ബ്ലാങ്കാ, അവൻ അക്ഷരം ഗ്രഹിക്കത്തില്ല, അവൻ അതിനുള്ള സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് അമ്മ ഈ കുഞ്ഞുമായിട്ട് പോക്കോ, ഇവനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഓടി കുഞ്ഞുങ്ങളെ പിടിക്കുന്ന സ്കൂള് അവനെ കൈവിട്ട് കളഞ്ഞു. ഇന്ന് കൊയ്ത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് പോകണം. അന്നേ വൈകിട്ട് ആഹാരമുള്ളൂ. ഈ സ്ത്രീ കൊയ്ത്തുമായി കുഞ്ഞുമായി വയലിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്ത്രീയുടെ കൂട്ടുകാരി ദേഷ്യപ്പെട്ടു, ബഹളം വെച്ചു. നീ എന്താണ് കാണിക്കുന്നത്? സ്കൂളിൽ വിടേണ്ടുന്ന കുഞ്ഞിനെ കൊണ്ട് കണ്ടെത്തി വന്നിരിക്കുന്നു, അവൻ പഠിക്കേണ്ടുന്ന പ്രായമല്ലേ, നീ എന്താണ് കാണിക്കുന്നത്? വളരെ രൂക്ഷമായ കുഞ്ഞിനോട്, ആ സ്ത്രീയോട്, അമ്മയോട് ഈ സ്ത്രീ ദേഷ്യപ്പെട്ടപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. കരഞ്ഞുകൊണ്ട് ഈ അമ്മ ഈ സ്ത്രീയോട്, കൂട്ടുകാരിയോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ? സ്കൂളിന് അവനെ വേണ്ട, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ട, വീട്ടിൽ എനിക്ക് സങ്കടം പങ്കുവെക്കാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും? ഇവനെ എങ്ങനെ വളർത്തും? അവൻ അക്ഷരം ഗ്രഹിക്കാനുള്ള ഭാഗം ബ്ലാങ്കാ, സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വാർത്ത കേട്ടപ്പോൾ ആ സാധു സ്ത്രീ, കൂട്ടുകാരി ചെയ്ത പ്രവൃത്തി കേൾക്കണമോ? ഇളയ ദിവസം കൊയ്ത് മെതിച്ചു കൂട്ടിയ നെല്ലവിടെ ഇരിപ്പുണ്ട്. ആ നെൽക്കുണിയുടെ മുകളിൽ ഒരു തട്ട് തട്ടി മുറിച്ച് താഴെ വീണു. ഈ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് മടിയിലിരുത്തി, അരിവാള് മാറ്റിവെച്ച് കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന, ഇത്രയേ ഉള്ളൂ. ദൈവമേ, ഈ ബുദ്ധിയില്ലാത്തവന് ബുദ്ധി കൊടുക്കുന്നവനും അറിവില്ലാത്തവൻ അറിവ് കൊടുക്കുന്ന ദൈവമെന്ന് ഞാൻ അറിയുന്നു.
അതുകൊണ്ട് അങ്ങ് ഈ കുഞ്ഞിന്റെ ബുദ്ധിയെ ഒന്ന് തുടരണം. ഇത്രയുള്ള പ്രാർത്ഥന. ഫോട്ടോ എടുത്ത് ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇടാനോ ആദ്യ അക്ഷരം കുറിക്കുക. ബന്ധുക്കൾക്ക് ഇട്ടുകൊടുക്കുവാനും ആരുമില്ലായിരുന്നു. അവിടെ 2 സാധു സ്ത്രീകളും ബുദ്ധിയില്ലാത്ത ഈ കുഞ്ഞും പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും മാത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ സംഭവിച്ച അത്ഭുതം കേൾക്കണമോ? സ്വർഗം ആ കുഞ്ഞിന്റെ ബുദ്ധിയെ ക്ഷണത്തിൽ തൊട്ടു. അവന്റെ ബുദ്ധി തുറന്നു. അവൻ വളരെ ജ്ഞാനിയായി മാറി. അവനൊരു ആവേശമായി മാറി. എല്ലാ ക്ലാസ്സുകളിലും ഉന്നത വിജയം, 10ൽ ഭയങ്കര വിജയം, +1 ഭയങ്കര വിജയം, +2 പരീക്ഷ നാളെ തുടങ്ങിയ അല്ലെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. പുസ്തകങ്ങൾ അവൻ തുറന്നു വായിക്കുക. അവൻ ആവേശമാണ്. നമ്മളാണെങ്കിൽ പിറ്റേ ദിവസത്തെ പുസ്തകം തലേദിവസം വളരെ ബുദ്ധിമുട്ടി എടുത്തുകൊണ്ടിരുന്നവരാ. അവൻ എല്ലാം എടുത്ത് മേശപ്പുറത്തിട്ട് വായിച്ചു പഠിക്കുക. അവന് ബുദ്ധി അങ്ങ് ഭയങ്കര ആവേശമാണ്. പഠിത്തം വലിയ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ആവേശത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിതാവ് മദ്യപിച്ച് മതോന്മത്തനായി വീട്ടിലേക്ക് കയറി വരികയാ. എല്ലാം നിയന്ത്രണവും വിട്ട് അദ്ദേഹത്തിന് ഇവൻ ഇരുന്ന് പഠിക്കുന്നത് കണ്ടപ്പോൾ കലി കയറിയത് എന്താണെന്നറിയാമോ? അപ്പം വന്നിട്ട് മൈൻഡ് ചെയ്യാത്ത മകനോ ബഹുമാനമില്ലാത്തവൻ ദേഷ്യപ്പെട്ട് ഈ പുസ്തകക്കെട്ടെല്ലാം ഒരു വാരി ഇട്ടേക്കൊരേറെറിഞ്ഞു. അടുക്കളയിൽ ചെന്ന് മണ്ണെണ്ണ പാത്രം എടുത്ത് പുസ്തകത്തിന്റെ മേൽ ഒഴിച്ചു. സിഗരറ്റും ബീഡിയും വലിക്കാൻ എളിയിൽ വെച്ചിരുന്ന തീപ്പെട്ടിയെടുത്ത് കോറി പുസ്തകക്കെട്ടിന്മേലിട്ടു. നോട്ട്ബുക്കും ഗൈഡും പുസ്തകവും തീ കത്തി ചാമ്പലായി. അവൻ ആളറിക്കറിഞ്ഞു മയങ്ങി വീണു. പരീക്ഷ തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. 2 ആഴ്ച പരീക്ഷയാ. എന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ഇവന്റെ സഹോദരി അകത്തെ മുറിയിൽ നോടി വന്നു. അവൾ നോക്കിയപ്പോൾ കത്തിത്തീരുകയാ. അവള് മംഗലാപ്പില്ല. അയ്യോ, കുഞ്ഞെങ്ങനെ പഠിക്കും, നാളെ എങ്ങനെ പഠിക്കും? അവളും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുസ്തകക്കെട്ടിനിടയ്ക്ക് അവൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അയ്യോ, തീർന്നല്ലോ. അവൾ നോക്കുമ്പോൾ ഒരു ചെറിയ പേപ്പർ കഷ്ണം ഇങ്ങനെ പറന്നു പോകുന്നു. അവൾ സംശയിച്ചു, ഇതേതാടാ, ഫിസിക്സ് ആണോ, മാത്സ് ആണോ, കെമിസ്ട്രി ആണോ? അവൾ ഇങ്ങനെ പല സംശയങ്ങൾ ഇവിടെ ഉള്ളുണ്ടായി. അവൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം പുസ്തകക്കെട്ടുകൾ ചാമ്പലായപ്പോൾ അപ്പൻ കയറി കട്ടിലേൽ മയങ്ങി വീണു. ഇവൾ സന്ധ്യയാകുന്ന സമയം ഇവിടെ ഉള്ളിൽ ആ ചിന്ത പോയി, ഒരെണ്ണം പറന്നു പോയല്ലോ, ഒന്ന് കാണാം, ഒന്ന് നോക്കാം, ഏതവനാ രക്ഷപ്പെട്ടത്. പറമ്പ് മുഴുവൻ പരതിയിട്ടും അവൾക്കത് കിട്ടിയില്ല. അവസാനം അവൾ വീട്ടിലേക്ക് ഇനി ഇല്ല, പോയി കാണുന്ന വെച്ച് കയറാൻ തുടങ്ങിയപ്പോൾ ഇന്ന് രാത്രിയിൽ പെയ്യുന്ന മഴയ്ക്ക് അലിഞ്ഞു പോരാനുള്ള പേപ്പർ അല്ലായിരുന്നു ആ പേപ്പർ. ഇവിടെയുള്ള തെങ്ങിന്റെ ചുവട്ടിലെ കല്ലിനിടയിൽ നിന്ന് ഇവളെ ഇങ്ങനെ വിളിക്കുന്നത് പോലെ ഒരു പേപ്പർ അനങ്ങുന്നു. കാറ്റനക്കുന്നതാ. അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. ചാടി ആ പേപ്പർ എടുത്ത് മനസ്സിലായി, ഇതാണ് പറന്നുപോയത്. തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് ആദ്യം മുതൽ അവസാനം വരെ അവൾ വായിച്ചു. വീടിന് അഭൂവമായി തിരിഞ്ഞുകൊണ്ട് അലർച്ചയായിരുന്നു. എടാ, പുസ്തകം കത്തിയാലും സാരമില്ല, നിന്റെ ഹോൾ ടിക്കറ്റ് കത്തിയിട്ടില്ല, നാളെ നിനക്ക് പരീക്ഷ എഴുതാം. 2012 സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 224ാമത്തെ റാങ്കിൽ അവൻ IAS പാസ്സായവനായിരുന്നു. IAS പാസ്സായി ഇന്ന് ചെന്നൈയിൽ ഒരു IAS ഓഫീസറായി ജോലി ചെയ്യുക. ഞാൻ ഈ സംഭവം പറഞ്ഞത് ഈ സംഭവം പറയാനല്ല. ഇദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം, തന്റെ ജീവിത അനുഭവങ്ങളെല്ലാം പുസ്തക രൂപത്തിൽ തന്റെ അനുഭവ സാക്ഷ്യമായി, തന്റെ ജീവചരിത്രമായി എഴുതിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ചെന്നൈയിൽ ജോലി ചെയ്യുക. ഈ സംഭവം പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗം പറയാനാ ഞാൻ ഇത്രയും വന്നത്. ഇത് ഇന്ന് പകൽ ഞാൻ പ്രസംഗിച്ച പ്രസംഗവുമായി വളരെ ബന്ധമുള്ള ഭാഗമാണ്. അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞ ഭാഗം എന്താണെന്നറിയാമോ? ഞാൻ കടന്നു വന്നത് ടൈൽസ് ഇട്ട വഴികളോ പരവതാനികൾ വിരിച്ച വഴികളോ അല്ലായിരുന്നു. ഞാൻ കടന്നു വന്നത് കാനന പാതകളായിരുന്നു. ഞാൻ താണ്ടിയ കാനന പാതകളിൽ കൂർത്ത കല്ലുകളും കൂർത്തുമൂർത്ത മുള്ളുകളും ഉണ്ടായിരുന്നു. ഇതെന്നെ പലപ്പോഴും വേദനിപ്പിച്ചെങ്കിലും ഇതിലും അധികം എന്നെ വേദനിപ്പിച്ചത് ഓരോ ദിവസവും അപ്പൻ മദ്യപിച്ച് മതോന്മത്തനായി വലിച്ചെറിയുന്ന മദ്യക്കുപ്പികൾ പൊട്ടിച്ചിതറി ഞാൻ നടന്നു വരുന്ന വഴികളിൽ ചിതറിക്കിടക്കുമായിരുന്നു. കല്ലും മുള്ളും കുപ്പിച്ചില്ലും എന്നെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ, ഞാൻ ഈ വേദന സഹിച്ച് ഈ വഴികൾ താണ്ടുമ്പോൾ, ഈ വഴികളിലെല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അവിടെ എനിക്ക് തുണ നിന്ന് എന്നെ നടത്തിയത് എന്റെ ദൈവം മാത്രമായിരുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുക ദൈവമക്കളെ, വിളിച്ച ദൈവം വിശ്വസ്തൻ. അവസാനം നമ്മൾ വായിച്ച വാക്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. എല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. താൻ എന്നെ വഴികളിൽ നമ്മൾ തനിയല്ല, വിളിച്ചവൻ കൂടെയുണ്ട്, അവൻ അക്കരെ എത്തിക്കും. അതാ അയ്യോബ് ദർശനം കണ്ടത്. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം ഈ ജനത്തിന്റെ ഇടയിൽ വെളിപ്പെടട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അസ്വസ്ഥതകൾ വിട്ട് മാറട്ടെ. ചില ആകുലതകൾ വിട്ട് മാറട്ടെ. ചില ഭയങ്ങൾ വിട്ട് മാറട്ടെ.
ഇന്ന് പകൽ ഞങ്ങൾ കേട്ടതുപോലെ വഴികൾ തെറ്റിക്കുന്ന ചില ദുഷ്ടശക്തികൾ ഞങ്ങളുടെ തലമുറകളെ വിട്ട് മാറട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ ഇടയിൽ ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ഞങ്ങളെ ചിലവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ചേർന്ന ശബ്ദമുയർത്തി ഒരു ദൈവശക്തിയുടെ വ്യാപാരം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ.